ഹലോ, എന്താണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ് കാര്യം? അല്ല ചേട്ടാ, സമാധാനമായിട്ടിരിക്കുന്നത് പോലെ ക്രൈമായിട്ടാണല്ലോ പറയുന്നത്. അതല്ലടാ, ഇന്ന് വിത്ത് കോസ്റ്റ്യൂം റിഹേഴ്സൽ എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് ഇവിടെ ആരും റെഡിയായിട്ട് കാണുന്നില്ല. ഓ അതോ, ഇന്ന് ഞങ്ങളുടെ ചേച്ചി മാത്രമേ കോസ്റ്റ്യൂം മാറുന്നുള്ളൂ. നാടകത്തിലല്ല, ജീവിതത്തില്. കല്യാണത്തിനുള്ള ഗെറ്റപ്പ്, വരനെ കാണാനുള്ള സെറ്റപ്പ്. എന്തൊക്കെയാണ് പറയുന്നത്? അത് ഞാൻ പറയാം. ഇന്ന് നമ്മുടെ ശൈലുവിനെ കാണാൻ ഒരു പയ്യൻ വരുന്നുണ്ട്. എല്ലാം ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നാൽ ഒരാഴ്ചക്കകം നമ്മുടെ ശൈലുവിന്റെ കല്യാണം. അല്ല, കല്യാണോ? അതേ മോനെ, പെണ്ണിന് ആണിന്റെ തുണ വേണമല്ലോ. വള്ളിക്ക് മരത്തിന്റെ ആശ്രയം വേണം. ഭർത്താവിന്റെ ആശ്രയമില്ലാതെ പെണ്ണിന് ജീവിക്കാൻ സാധിക്കില്ല. മരത്തിന്റെ ആശ്രയമില്ലാതെ വള്ളി താഴെ പടർന്നാൽ വരുന്നവരും പോകുന്നവരും എല്ലാം ചവിട്ടി ചവിട്ടി അതിനെ നശിപ്പിച്ചു കളയും. അല്ല, എന്ന് വിചാരിച്ച നമ്മള് നോക്ക് മോനെ, സംഭവിച്ചതേ യാദൃച്ഛികമാണെന്ന് തോന്നും. പിന്നെ അത് തെറ്റായിട്ട് മാറും. പിന്നീട് ആ തെറ്റ് മറ്റാരും ചെയ്യാത്ത തെറ്റല്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. മുമ്പോട്ട് പോകെ പോകെ ആ തെറ്റ് ശരിയാണെന്ന് തോന്നും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനായി കല്യാണം. ഇതെന്താണ് മേഡം ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും സംസാരിക്കേ. എന്തിനാ ഇത്ര പെട്ടെന്നൊരു കല്യാണമൊക്കെ? ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്ക്. നോക്ക് മോനെ, എന്റെ ഫ്രണ്ട്സിനൊക്കെ കല്യാണം കഴിഞ്ഞേ ഓൾറെഡി 2 പിള്ളേരൊക്കെ ആയി. എന്റെ ഈ അമ്മാവനുണ്ടല്ലോ, എനിക്കെന്റെ അച്ഛനും അമ്മയും പോലെയാ. അദ്ദേഹത്തിനെ ഈ ശൈലുവിന്റെ റേഞ്ച് എന്താന്ന് നന്നായിട്ട് അറിയാവുന്നതാ. അതുകൊണ്ട് അതിന് ചേർന്ന ചെറുക്കനെ കണ്ടുപിടിക്കാനും അറിയാം. അമ്മാവൻ എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതായിരിക്കും ഫൈനൽ. ഇനി മുതൽ ഇവിടെ നാടകമൊന്നും ഉണ്ടാവില്ല. നിനക്ക് ഇവിടെ ഒന്നും പോകാം. വടി. എടി തങ്കമണി, എന്താടി മുത്തുമണി? ഈ സിറ്റുവേഷൻസ് അനുസരിച്ച് ഒരു പാട്ടൊന്ന് പാടിക്കേടി. കാത്തു വെച്ചൊരു കസ്തൂരി മാമ്പഴം. ടിങ് 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 ടിങ്. കാക്ക കൊത്തി പോയി. ടിങ് ടണങ്ക ടിങ് ടിങ് ടിങ്. കാക്കച്ചു കൊത്തി പോയല്ല. മിണ്ടാതിരി. ബൈ സീറോ. കല്യാണ സദ്യ കഴിക്കാൻ മറക്കാതെ വരണം കേട്ടോ. ഓം മഹാശക്തി, ഓം മഹാശക്തി. നാഗലോകത്തുള്ളവർക്ക് നീ നാഗമാണിക്യമാണ്, എന്നാൽ ഗരുഡലോകത്തുള്ളവർക്ക് നീ ഗരുഡമാണിക്യവും. ഞങ്ങളുടെ തലമുറയുടെ വൈരാഗ്യത്തിന്റെ കാരണം എനിക്കറിയില്ല, എനിക്കതറിയേണ്ട കാര്യവുമില്ല. എന്നാൽ മഹാശക്തിയെ, അങ്ങയുടെ ഒരു സഹായം എനിക്കിപ്പോൾ ആവശ്യമാണ്. വരൂ ശക്തിയെ, വരൂ. വന്ന് നാഗരാജൻ തൃശൂൽ എവിടെയുണ്ടെന്ന് കാണിച്ചു തരൂ. അവിടേക്ക് നീ വഴി കാട്ടൂ. മഹാദീപമേ, നീ കൈവിടരുതേ. മാർഗബന്ധുവേ, മാർഗദർശക.
എന്താ ഇത്? നാഗമാണിക്യത്തിന്റെ വെളിച്ചം പോലെയുണ്ടല്ലോ. തായി ജ്വാലമാലിനി, എന്താണിത്? ഓം ജ്വാലമാലിനിയേ നമഃ. ഓം പദദർശിനിയേ നമഃ. ഓം സഞ്ചാര നേത്രായേ നമഃ. ഓം ദിഗ്ദർശിന്യേ നമഃ. എന്റെ അനുമാനം തെറ്റിയില്ല. നാഗമാണിക്യത്തിന്റെ വെളിച്ചം തന്നെ. അതിന്റെ സഞ്ചാരപഥമാണ് കാണുന്നത്. എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നാഗമാണിക്യം വീണ്ടും ലഭിക്കാൻ പോകുന്നു എന്ന സൂചനയാണ്. ഓം ഗരുഡദേവായ നമഃ. ആവാഹയാമി, ആവാഹയാമി. വേഗം ചെല്ലൂ ഗരുഡ. നാഗമാണിക്യം തേടിപ്പോകൂ. അതിന്റെ സഞ്ചാരപഥം കണ്ടെത്തി വേഗം കൊണ്ടുവരൂ. നീ ഇവിടെ? അജിത്, അല്ല നീ എന്താ ഇവിടെ? നിന്നെ തേടി വന്നതാണ്. തൃശൂൽ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അതിന് ഞാനിവിടെയുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞ? നല്ലവരെ കണ്ടുപിടിക്കാൻ ദൈവം എങ്ങനെയും സഹായം ചെയ്യും തൃശൂൽ. എങ്ങനെയൊക്കെയോ കണ്ടു, എനിക്കും മനസ്സിലാവുന്നില്ല. നീ അത് വിട്. വീട്ടിലുള്ളവരെല്ലാം നിന്നെ ഓർത്ത് നല്ല വിഷമത്തിലാണ് തൃശൂൽ. നിന്റെ അനിയത്തി റീനയാണെങ്കിൽ നീ വീട്ടിൽ നിന്നിറങ്ങിയ നിമിഷം മുതൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. നിങ്ങൾ ഭാര്യയെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വീട്ടുകാരെയെല്ലാം ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല തൃശൂൽ. അല്ല, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ നിങ്ങളുടെ ഭാര്യ തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായും വരും. ശിവാനി എന്നെ വിട്ടുപോകാൻ ഒരു സാധ്യതയില്ല. നീ എന്താ ഈ പറയുന്നത് തൃശൂൽ? നിന്റെ സ്വപ്നത്തിൽ നിന്ന് നീ തിരിച്ചു വാ. ഇത് സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യം. ശിവാനി ജീവിച്ചിരിപ്പുണ്ട്. അവൾ എന്റെ മനസ്സിലുണ്ട്. അവൾ എന്റെ കൂടെ തന്നെയുണ്ട്. അങ്ങോട്ട് നോക്ക്. ഇനി പറയ്, ഇവൾ ഇവിടെ തന്നെ ഉള്ളപ്പോ ഞാൻ ഇവൾ വിട്ട് എന്തിനു വരണം? എങ്ങനെ വരാനാ? ശൈലു, ഫോൺ കട്ടേ. അതെ, ഫോൺ വിളിയും സംസാരം ഒന്നും ഇപ്പൊ വേണ്ട. നിന്നെ പെണ്ണ് കാണാൻ വരാൻ നേരമായി. വേഗം പോയി സുന്ദരിയായിട്ട് വരണം. റെഡി ആയിട്ട് ഇരിക്കണ്ടേ? ഈ ഡ്രസ്സാണോ ഇടുന്നത്? വന്ന് വേഗം ഡ്രസ്സ് മാറ്, എന്നിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. വാ. തൃശൂൽ, അങ്ങനെയാണെങ്കിൽ അന്നുണ്ടായത് എന്താണ്? ഇവിടെ ഈ കാണുന്നത് എന്താണ്? ഇനി നമ്മുടെ ശിവാനിയെ... ജീവിച്ചിരിപ്പുണ്ട്. ശിവാനി ജീവിച്ചിരിപ്പുണ്ട്. എന്റെ ഹൃദയത്തിലും ഈ വീട്ടിലും. തൃശൂൽ, അതെങ്ങനെ സംഭവിക്കാനാണ്? ഈ ഇടയായിട്ട് എനിക്ക് എല്ലാം സാധ്യമായിട്ടാ തോന്നുന്നത്. അവളെ ഞാൻ കണ്ടുവെന്ന് തന്നെ നീ ഇപ്പൊ സാക്ഷിയല്ലേ? ശിവാനിയെ കൊന്ന് ചുട്ടരിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പൊ പിന്നെ ഇതെല്ലാം എന്താണ്? ഇവള് ശിവാനിയല്ല ശൈലുവാണെന്ന് ഞാനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുന്നോട്ടേക്കുള്ള പ്ലാനിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ ശൈലുവാണ് ശിവാനി. അല്ല തൃശൂൽ, ശിവാനി എന്താ ഇവിടെ നിൽക്കുന്നത്? അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകാൻ വയ്യേ?
എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകണം. പക്ഷെ ഇപ്പോഴത്തേക്ക് സമയമൊന്നും അത്രയ്ക്ക് അങ്ങ് ശരിയല്ല. പക്ഷെ അജിത്, ഈ കാര്യം ആരും അറിയാൻ പാടില്ല പ്ലീസ്. അതുപോലെ തന്നെ റീനയോടും പറഞ്ഞേക്ക്, ഇവിടെ ചേട്ടൻ സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ. ശരി തൃശൂൽ, വന്നത് വിഷമിച്ചാണ്, ഇപ്പോ സന്തോഷത്തിലാണ് പോകുന്നത്. എത്രയും പെട്ടെന്ന് ശിവാനിയെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടുകാരെയെല്ലാം സന്തോഷിപ്പിക്കാൻ നോക്ക്. ഞാൻ പോയിട്ട് വരാം തൃശൂൽ. ഓം ജ്വാലമാലിനിയെ നമഃ. വന്നുവോ നീ? വാ, തരൂ. നാഗമാണിക്യം എനിക്ക് തരൂ. എന്റെ മുകുടമണി, എന്റെ മോഹമണി എനിക്ക് തരൂ. അഗ്നിഗരുഡ തരൂ. എന്താ ഇത്? ഞാൻ അയച്ച ഗരുഡനിതാ എന്നെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ആ നാഗമാണിക്യം ആരാണ് കൈവശപ്പെടുത്തിയത്? ജ്വാലമാലിനി തായേ, ഇതെന്ത് ലീലയാണ്? പറഞ്ഞ സമയത്തിനുള്ളിൽ പൈസ തന്നില്ലെങ്കിൽ കൈ തല്ലൊടിക്കുന്നു പറവനോട്. നീ ആരാ? ഹീറോ. ഇവനാണ് ചേട്ടാ സ്വപ്നസുന്ദരിയുടെ പുതിയ ഹീറോ. മോനെ, റിയൽ ഹീറോ ആയ ഞാൻ വന്നു. ഇനി നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ സ്വപ്നസുന്ദരി ശൈലുവിനെ കല്യാണം കഴിക്കാൻ വന്ന ചെക്കനാ. എന്റെ പേര് പലിശക്കാരൻ ശങ്കരൻ. ഞാന് വാലി സുരേഷ്. മിണ്ടരുത്, ഞാൻ ഇവിടെ സംസാരിക്കുന്ന കേട്ടില്ലടാ. നാടകവും പാട്ടൊക്കെ ഇവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഈ പലിശ ശങ്കരൻ കാശിന് മാത്രമല്ല പലിശ കൂട്ടുന്നത്, വാശിക്കും വൈരാഗ്യത്തിനും ഇരട്ടി പലിശ കൂട്ടുന്നവനാടാ. പലിശയ്ക്ക് പലിശയും തരും, അടിക്ക് അടിയും തരും. നമസ്കാരം. വന്നട്ടെ. ആ എടി പങ്കു, മരുമകൻ വന്നിരിക്കുന്നു, വാടി വേഗം. ഏയ്, നീ എന്താണ് അവിടെ നിൽക്കുന്നത്? പോടാ. വന്നോ? ശരി. വന്നട്ടെ. ഗുരുക്കളുടെ അടുത്ത് പോണം. തൃശൂൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഗുരുക്കളെ, അങ്ങയോട് എനിക്കൊരു ഇതെന്താ ഗുരുക്കളെ? അങ്ങയുടെ മുഖത്തിന് എന്ത് പറ്റി? ലക്ഷ്യം തെറ്റിയിരിക്കുന്നു, മുറിവുണ്ടായിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു ഗുരുക്കളെ? അങ്ങൊരു മഹാമാന്ത്രികനാണ്, മഹാവിദ്യകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങയുടെ മുഖത്തെ ഈ മുറിവ് ഇതെങ്ങനെ സംഭവിച്ചു? നാഗമാണിക്യം തന്നെ കാരണം. അത് എന്നിൽ നിന്ന് അപഹരിച്ചവരുടെ ശക്തി തന്നെ കാരണം. നാഗമാണിക്യം, അതിന്റെ ശക്തി? അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നാഗമാണിക്യത്തിന്റെ സഞ്ചാരപഥം ഞാൻ എന്റെ നേത്രങ്ങൾ കൊണ്ട് കണ്ടു. അതാരുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ അഗ്നിഗരുഡനെ ആവാഹിച്ചു വരുത്തി. തിരച്ചിൽ നടത്തിയിട്ട്
അവൻ ഇവിടേക്ക് തന്നെ മടങ്ങി വന്നു. അവൻ നൽകിയ സമ്മാനമാണിത്. എന്നുവെച്ചാ ഗുരുക്കളെ, നാഗമാണിക്യത്തിന്റെ ചുറ്റിനും ഒരു മഹാശക്തിയുണ്ട്. അതുതന്നെയാണ് അഗ്നിഗരുഡന്റെ ക്രോധം എന്റെ നേർക്ക് തിരിച്ചയച്ചത്. തൃശൂലിനെ പറ്റി അന്വേഷിക്കാമെന്ന് എന്നോട് ഇദ്ദേഹം ഇപ്പൊ വേറെ കാര്യം പറയാണല്ലോ. എന്താ ചെയ്യാ? വേറെ എപ്പോഴെങ്കിലും വന്ന് ചോദിക്കാം. ശരി ഗുരുക്കളെ, ഞാനെന്നാ പോയിട്ട് വരാം. പോയി വാ നന്ദീശ. നാഗറാണിയെ കൊന്ന് ചുട്ടുകളഞ്ഞ് നാഗമാണിക്യം സ്വന്തമാക്കി എനിക്ക് വീണ്ടും നാഗമാണിക്യം സ്വന്തമാക്കുന്നത് നിസ്സാര കാര്യമാണ്. തായി ജ്വാലമാലിനി ആശീർവാദം തന്നാലും വരുന്ന അമാവാസിക്ക് മുന്നോടിയായി എന്റെ ശക്തികൾ ഇരട്ടിപ്പിച്ചു തന്നാലും വന്നട്ടെ മോനെ, വന്നട്ടെ. ഇരിക്കെ. കോട മടക്കി പിടിക്കടാ, മടക്കാൻ പറ്റുന്നില്ല. ശൈലുവിനെ കാണണമെന്ന് ആഗ്രഹമില്ല. അവളുടെ രൂപത്തെ കണ്ണിൽ നിറച്ച് മനസ്സിൽ വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് കണ്ണ് തുറന്നാലും അടച്ചാലും കാണുന്നത് അവളെ തന്നെ. എന്നാലും പെണ്ണ് കാണൽ ചടങ്ങെന്നൊന്നുണ്ടല്ലോ, അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ശരി ശരി ശരി. എടാ പക്രു, ശൈലുവിനെ വിളിക്കേ. ഇപ്പൊ വിളിക്കാം. ചേച്ചി, എടാ അവളോട് കാപ്പി എടുത്തോണ്ട് വരാൻ പറ. പോരുമ്പോ 2 കപ്പ് കാപ്പിയും പോരട്ടെ. വാ ശൈലു, ഇരിക്ക്. നാണിക്കണ്ട, വാ. ചേട്ടന്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ? ഞാനത് അറിയുകയും ചെയ്തു, അവനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. സത്യമായിട്ടും ഏട്ടനിപ്പോ എവിടെയുണ്ട്? എടി, നീ ഒന്ന് സമാധാനിക്കേ. തൃശ്ശൂര് സുഖമായിട്ടിരിക്കുന്നു, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. എവിടെയാ ഉള്ളത്? അതറിയില്ല, ദൂരെ എവിടെയോ എന്തോ മുഖ്യമായ കാര്യത്തിന് വേണ്ടി പോയതാ. അത് തീർത്തിട്ട് വേഗം വരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് മുഖ്യമായ ജോലിയാ ഇപ്പോ? ഒന്നാമത്തെ ഏട്ടത്തി മരിച്ചതിന്റെ സങ്കടം മാറി വരുന്നേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് വേറെ എന്ത് തിരക്കാണ് ചേട്ടന്? അത് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം ചെയ്യുന്ന കാര്യത്തില് സന്തോഷവാനാണെന്ന് തോന്നുന്നു. വീണ, ഈ സമയത്ത് അവൻ എവിടെയുണ്ടെന്ന് അറിയുന്നതിനേക്കാൾ മുഖ്യം സമാധാനത്തിലുണ്ടെന്ന് അറിയുന്നതല്ലേ. അതുമാത്രമല്ല, നിന്നെ പറ്റി പറഞ്ഞപ്പോ ഞാൻ എത്രയും പെട്ടെന്ന് വരാം, നീ സമാധാനമായിട്ട് ഇരുന്നോളാനും പറഞ്ഞു. ഇപ്പോഴാ സമാധാനായത്. താങ്ക് യു അജിത്. ചേട്ടൻ എവിടെയുണ്ടെന്ന് എന്നോട് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. വീണ, നിനക്ക് വേണ്ടി എവിടേക്ക് വേണമെങ്കിലും പോകാം, ആരെ വേണമെങ്കിലും പോയി കാണാം. എടി തങ്കമണി, പറയടി മുത്തുമണി, കല്യാണ ചെക്കനെ നോക്കിയടി. ഒരു ചെറിയ ജ്വല്ലറി മുന്നിൽ വന്നിരിക്കണ പോലെയുണ്ട്. നമ്മുടെ ശൈലു ഓടി നടക്കണ ചന്ദ്രനും. കല്യാണം കഴിക്കുന്ന ചെറുക്കൻ ഓടി നടക്കുന്ന ഒരു ജ്വല്ലറിയും. നോക്ക്, എനിക്ക് നേരായ വഴിയാണ് പരിചയം. ശൈലു, ഞാൻ നിന്റെ വലിയ ഫാനാ. നീ നാടകത്തിൽ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്.